ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാനിപ്പോൾ എന്താ കൈ പിടിച്ചിരിക്കുന്നത് എന്ന്? അരിനുറുക്കാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച അരിപ്പൊടിയാണ്, അല്ലാതെ പുറത്തുനിന്ന് മേടിച്ചതല്ല കേട്ടോ. നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കില്ലേ, ആ പാകത്തിന് നമ്മൾ ഇത് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഇതുണ്ടാക്കാം. നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടണേ. ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അല്പം ചൂടാറിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. നൂൽപുട്ടിൻ്റെ പാകത്തിനാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ കുഴക്കുന്നതിന് മുന്നേ കുറച്ച് കാശ്മീരി ചില്ലിയും അതിലേക്ക് വേണ്ട ജീരകവും എള്ളും ഒക്കെ ഇടേണ്ടതാണ്. ഞാൻ ഒന്ന് മറന്നുപോയി. ഇനി നമുക്കിത് ഇട്ടിട്ട് കുഴയ്ക്കാം. ഇതിലേക്ക് ഇത്ര എള്ളിടാം. നമുക്ക് ചെറിയ ജീരകം ഒരല്പം. ഇനി നന്നായി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ ഈ ചില്ലാണ് ഉപയോഗിക്കേണ്ടത്. നമുക്കത് ഇതിലിട്ടിട്ട് ഒരു വാഴേൻ്റെ ഇലയിൽ നമുക്കിതൊന്ന് ആക്കി നോക്കാം. ഇനി നമുക്കിത് വട്ടത്തിൽ ഇങ്ങനെ ആക്കി നോക്കാം. ചീഞ്ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിലും നമുക്കിത് ഉണ്ടാക്കാം. ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും വറുത്തെടുക്കാം. നുറുക്ക് ക്രിസ്പിയാണോ എന്ന് നോക്കണ്ടേ നമുക്ക്. പിന്നെ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ. അതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായ, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.